പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനമോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം
എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹാ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്തങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഉദാസകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലി അർപ്പിക്കുവാനും മാലാഖമാരുടെ അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമനാഥാവിൻ മഹിമയ്ക്കടവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെയും പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരമകയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനും നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സ്മൃതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയാകുന്നു. ബലവാൻ മമത്തിനുമായ കർത്താവിന്റെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവനായ
സാംസ്കാരികവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ ഈ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സോളമന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എന്റെ ചട്ടങ്ങൾ ആചരിച്ചും എന്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എന്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയത്തിന്റെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരളമരപ്പലകകളും നിരത്തി. ദേവാലയത്തിന്റെ പിൻഭാഗത്ത് 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിന്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരു പലക കൊണ്ട് ആലയത്തിന്റെ ഉപവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകൾ കല്ല് തെറ്റും ദൃശ്യമായിരുന്നില്ല. കർത്താവിന്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. ദൈവമായ കർത്താവിന്റെ സ്തുതി. സഹോദരനെ എബ്രായർ എഴുതപ്പെട്ട ലേഖനം. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അധ്യായം 9 വാക്യങ്ങൾ 16 മുതൽ 28 വരെ. ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടുന്നതിന് അത് എഴുതിയവന്റെ മരണം ആവശ്യമായിരിക്കുന്നു. ഉടമ്പടി സ്ഥിരീകൃതമാകുന്നത് മൃതശരീരങ്ങളിലൂടെയാണ്. കാരണം എഴുതിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരിക്കലും സാധ്യതയില്ല. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തെ സമാരംഭിച്ചത്. മോശ നിയമപ്രകാരമുള്ള എല്ലാ കൽപ്പനകളും സകല ജനതയും അറിയിച്ച ശേഷം പശുക്കുട്ടികളുടെയും ആടുകളുടെയും രക്തം ജലത്തോട് ചേർത്ത് ചെമ്മന്ന ആട്ടിൻ രോമവും ഹിസോപ്പും കൊണ്ട് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സ്ഥലപാത്രങ്ങളിന്മേലും അവൻ രക്തം തളിച്ചു. നിയമപ്രകാരം എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗത്തിലുള്ളവയെ സദൃശ്യങ്ങൾ ഇവയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സ്വർഗീയ കാര്യങ്ങളും ഇവയേക്കാൾ മെച്ചമായ ബലികൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഹസ്തനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപങ്ങളുമായ ഒരു വിശുദ്ധ സ്ഥലത്തേക്കല്ല, പിന്നെയോ സ്വർഗത്തിലേക്ക് തന്നെയാണ് നമുക്ക് വേണ്ടി ദൈവത്തിന് തമ്മിൽ സന്നിഹിതനാകാൻ മിശിഹ ഇപ്പോൾ പ്രവേശിച്ചത്. പ്രധാന പുരോഹിതൻ തന്റേതല്ലാത്ത രക്തത്തോടുകൂടി വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. അത് ആയിരുന്നെങ്കിൽ ലോകസ്ഥാപനം മുതൽ കൂടെ അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ വിലയർപ്പിച്ചുകൊണ്ട് പാപനിർമ്മാർജ്ജനത്തിന് ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ഒരിക്കൽ മാത്രം മരിക്കണം, അതിനുശേഷം വിധി. അതുപോലെ മിശിഹായും അനേകരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ രണ്ടാമതും പാപത്തെ പ്രതിയല്ല, രക്ഷയ്ക്ക് വേണ്ടി തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടും. നമ്മുടെ പിതാവായ മിശിഹായ്ക്ക് സ്തുതി. ും
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 22 വാക്യങ്ങൾ 41 മുതൽ. ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ മിശിഹായെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുമ്പോഴും നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അതിനാൽ ദാവീദ് അവനെ കർത്താവെ എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടുമില്ല. ഈശോമിശിഹായിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പള്ളിക്കുദാശയുടെ അവസാന ഞായറാഴ്ചയിലേക്ക്, 4ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മുതൽ നമ്മൾ മംഗളവാർത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതുമാണ്. പള്ളിക്കുദാശ കാലത്തിലെ 4ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്ന് നൽകിയിരിക്കുന്ന വചന വിചിന്തന ഭാഗം വളരെയധികം ചിന്തിക്കേണ്ടതും അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതുമായിട്ടുള്ള വചനഭാഗമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഭാഗം എടുത്തുകൊണ്ട് ഈശോ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം എപ്രകാരമാണ്, എത്രമാത്രം ദൃഢമാണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഓർത്തെടുക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഭാഗം. ഒരിക്കൽ ഒരു സ്കൂളിൽ പെൺകുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നതിന് ശേഷം അവൾ ഭക്ഷണം കഴിക്കാതിരിക്കാനായിട്ട് ഒത്തിരിയധികം ശാഠ്യം പിടിച്ചു. അപ്പോൾ സാധാരണ അമ്മമാരാണല്ലോ ഭക്ഷണം കൊടുക്കുന്നത്. പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് അമ്മ ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഒത്തിരിയധികം നിർബന്ധിച്ചു. അവൾ കഴിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയും, അത് ചെയ്താൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് കുട്ടി ഒത്തിരി ശാഠ്യം പിടിക്കാൻ തുടങ്ങി. അമ്മ പലതരത്തിലുള്ള അളവുകൾ പ്രയോഗിച്ചു. ആദ്യം സ്നേഹം, പിന്നെ കുറച്ചുകൂടി നിർബന്ധം, പിന്നെ ഭീഷണി. ഇതെല്ലാം കൂടി പറഞ്ഞിട്ടും പെൺകുട്ടി അനങ്ങുന്നില്ല. അവസാനം എനിക്കറിയാമല്ലോ, പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അപ്പന്മാരോട് കുറേ കൂടി അറ്റാച്ചഡായി. അപ്പോൾ അപ്പൻ വളരെ സ്വാഭാവികമായിട്ടും ചെറിയ തന്മയത്തോടു കൂടി പെൺകുട്ടിയെ മടിയിലിരുത്തി ചോദിച്ചു, എന്താ മോളുടെ പ്രശ്നം, മോളെന്താ ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാം, പക്ഷെ എൻ്റെ തല മുണ്ടനം ചെയ്യും. എനിക്ക് മുഴുവനും മുട്ടയടിച്ച് മുട്ടത്തല ചെയ്യാനായിട്ട് സ്കൂളിലേക്ക് പോകാം. ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടിയെ കണ്ടുകൊണ്ട് പിതാവ് ചോദിച്ചു, അത് വേണോ? അത് വേണം, അതുകൊണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. പ്രോമിസ് ചെയ്യിപ്പിച്ച് അവൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ മുട്ടയടിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ പെൺകുട്ടി ഇത്രയധികം ശാഠ്യം പിടിച്ചത് കൊണ്ടും അപ്പൻ പ്രോമിസ് ചെയ്തത് കൊണ്ടും പെൺകുട്ടിയുടെ മുടി മുട്ടയടിക്കുകയാണ്. മുട്ടയടിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകുവാനായിട്ടുള്ള ഒത്തിരിയധികം ധൃതി കാണിക്കുന്നു, തിടുക്കം കാണിക്കുന്നു. അപ്പന് ഇതിനെന്തോ അസ്വാഭാവികത തോന്നി. അപ്പനും കൂട്ടത്തിൽ സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ ചെന്നപ്പോഴേക്കും
സ്കൂളിൽ കാണാൻ സാധിച്ചത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പെൺകുട്ടി മൊട്ടയടിച്ചിട്ട് വന്നിരിക്കുന്നു. ഉടനെ അപ്പന് കൗതുകമായി. ഈ പെൺകുട്ടിയുടെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പൻ ചോദിച്ചു, എന്താണ് അവൾ മൊട്ടയടിച്ചത്? ഇവരുടെ വല്ല പ്രോഗ്രാമിൻ്റെ മറ്റു കാര്യമാണ്. ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു, ഇവർക്ക് ക്യാൻസർ ആയിരുന്നു, എൻ്റെ കീമോ കാരണം ഈ മുടി മുഴുവൻ പൊഴിഞ്ഞു പോയി, അങ്ങനെയുള്ള മൊട്ടയായി പോയതാണ്. അപ്പം അവർക്ക് സപ്പോർട്ടായിട്ട് ഈ പെൺകുട്ടിയും സ്വയം മൊട്ടയടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് ചെല്ലുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ സംഭവം പറയാൻ കാരണം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമാണ് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്രമാണങ്ങൾക്കും അതോടൊപ്പം നിയമങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഫരിസയര് ഈശോയെ ചോദ്യം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഈശോയെ കൊടുക്കുവാനായിട്ട് അവിടെ കടന്നു വരികയാണ്. ഈശോയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഈശോ തിരിച്ചൊരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്, കർത്താവ് എന്ന് എങ്ങനെയാണ് ദാവീദ് വിളിക്കുന്നത്? കാരണം ദാവീദിന്റെ വംശപരമ്പരയിൽ പെട്ട കർത്താവിനെ ദാവീദ് എങ്ങനെയാണ് കർത്താവ് എന്ന് വിളിക്കുന്നത്? ദാവീദിന്റെ പുത്രനായിട്ടായിരിക്കുമല്ലോ കർത്താവ് വരും എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതാണ് ഈശോയുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ ഫരിസേയര് ഉഴങ്ങുന്നതായിട്ടും നമ്മുടെ വചനത്തിൽ വായിക്കുന്നു. ഈശോ പ്രാധാന്യം കൊടുത്തത് ദൈവിക കൽപ്പനകളെക്കാൾ ദൈവ സ്നേഹമാണ്. ദൈവിക കൽപ്പനകളെക്കാൾ ദൈവ സ്നേഹത്തിനാണ്. അതോടൊപ്പം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഈശോ കൂടുതലായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. ഈ ലോകത്തിൽ യുദ്ധവും അതോടൊപ്പം പലതരത്തിലുള്ള അഴിമതിയും അല്ലെങ്കിൽ അടിച്ചമർത്തലും കൊണ്ട് ഒരു മനുഷ്യനും ഒരാളെയും കീഴ്പ്പെടുത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല, അല്ലെങ്കിൽ അതുവഴിയായിട്ട് ഒരു മനുഷ്യന് സമാധാനം ഉണ്ടായതായിട്ട് നമ്മൾ ഒരിക്കലും വായിക്കുന്നില്ല. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അഹിംസയുടെ മാർഗം സ്വീകരിച്ച ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. BC 325 അശോക ചക്രവർത്തിയെ കുറിച്ച്. അതല്ലാതെ വേറൊരു മനുഷ്യൻ യുദ്ധം വഴിയായിട്ട് നന്നായി തീരുകയോ അല്ലെങ്കിൽ യുദ്ധം വഴിയായിട്ട് ഒരു മനുഷ്യൻ നന്നായി തീർന്നുകൊണ്ട് നല്ല ഒരു ജീവിതം നേടിയെടുത്തതായിട്ട് നമ്മൾ ഒരിക്കലും ചരിത്രത്തിലും വായിക്കുന്നില്ല, ഒരിടത്തും വായിക്കുന്നില്ല. ഈശോ പറയുന്ന കാര്യം മനുഷ്യർ തമ്മിലുള്ള ബന്ധവും ദൈവവുമായിട്ടുള്ള ബന്ധവും നമ്മൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടു നടക്കണം എന്നുള്ള കാര്യമാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. സ്വരം കീർക്കഗാഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫിലോസഫർ, സ്വരം കീർക്കഗാഡ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എൻ്റെ മുന്നിലുള്ളത് കൊണ്ടാണ് എൻ്റെ അസ്തിത്വം എനിക്ക് തെളിയിക്കപ്പെടുന്നത്. നീ എൻ്റെ മുന്നിലുള്ളത് കൊണ്ടാണ് എൻ്റെ അസ്തിത്വം എനിക്ക് തെളിയിക്കപ്പെടുന്നത്. അതുകൂടാതെ നീ കാരണമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കുന്നത്. നീ എൻ്റെ മുൻപിലുള്ളത് കൊണ്ടാണ് എൻ്റെ അസ്തിത്വം ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നീ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അർത്ഥം മനസ്സിലാക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയാകുന്നു. നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരാണ്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ, വ്യത്യസ്തമായിട്ടുള്ള രൂപഘടന, വ്യത്യസ്തമായിട്ടുള്ള ഭംഗി ഓരോ വ്യക്തികൾക്കും ഉണ്ട്. ഈ വ്യത്യസ്തത ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ വ്യത്യസ്തത ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു അർത്ഥമില്ലാത്തതായിട്ട് മാറുമായിരുന്നു. ഒരാൾക്ക് പാട്ട് പാടാനായിട്ട് കഴിവുണ്ടായിരിക്കുകയും എല്ലാവർക്കും ഒരുപോലെ പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ആണ് ഒരു മനുഷ്യനെ വ്യത്യസ്തമാണ്. സ്വരം കീർക്കഗാഡ് പറയുന്നത് ശരി തന്നെയാണ്. നമ്മുടെ മുൻപിലുള്ള വ്യക്തി തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എക്സിസ്റ്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. അസ്തിത്വം ഓരോ വ്യക്തിയുടെയും നിലനിൽപ്പ്, അസ്തിത്വവും എല്ലാം മനസ്സിലാക്കുന്നത് വേറൊരു വ്യക്തിയുടെ നിലനിൽപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ മദർ തെരേസ ഈ ജീവിതം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പാവപ്പെട്ടവരെയൊക്കെ കണ്ടുകൊണ്ട് അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഏറ്റവും വലിയ ഉടുപ്പായിട്ട് സ്വീകരിച്ചത് ഏതാണ്? അവരുടെ ഉടുപ്പായിട്ട് സ്വീകരിച്ചത് കൊൽക്കത്തയിലുള്ള ആളുകളുടെ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളുടെ ഉടുപ്പാണ് അവരുടെ കോൺഗ്രിഗേഷന്റെ ഉടുപ്പായിട്ട് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളവരിൽ നമുക്ക് ദൈവിക ഭാവം കാണുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം എന്നുള്ള കാര്യവും ഈ വചന ഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിനോട് അരുൾ ചെയ്തു എന്നുള്ള വാക്യം ഒന്ന് എടുത്ത് മനസ്സിലേക്ക് ഓറി വയ്ക്കും. കർത്താവും ഞാനും തമ്മിലുള്ള ബന്ധം
എപ്രകാരമാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കുക. എൻ്റെ ദൈവവുമായിട്ട് എനിക്കുള്ള ബന്ധം, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാതെ അല്ലെങ്കിൽ നമുക്കൊന്നും എത്തിപ്പെടാത്ത ഒരു സംഭവമായിട്ട് മുകളിൽ നിൽക്കുകയും ഞാൻ വ്യത്യസ്തമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നതാണോ എന്ന് ഒന്ന് ചിന്തിക്കുക. അതോ എൻ്റെ ചുറ്റുമുള്ളവരിലെല്ലാം ദൈവിക ഭാവമുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവരിലെല്ലാം ദൈവം വസിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയാണോ എന്നെ വഴി നടത്തുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആ ചിന്ത നമ്മുടെ ജീവിതങ്ങളെ നയിക്കട്ടെ. ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗമാത്രത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കാരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം അനുസരിച്ച് സഭ ജീവിതത്തിൽ വസിച്ചുകൊണ്ട് അവിടെ നിന്റെ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സ്ത്രീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ദർശനത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവായ മാർ ജോർജ് കൃഷ്ണമിത്രായും ഞങ്ങളുടെ ഉദാശന പിതാവായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും ജനങ്ങളോട് വഹിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ വിലയിരുത്തുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ പുരുഷമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, എല്ലാ തുണബദ്ധവും നിന്റെ രക്ഷകനായി ഏറ്റുപറയുവാനും നിന്റെ ശ്വാസം സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നമുക്കെല്ലാവർക്കും മേൽനാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ക്രിസ്തുവിനെ കടന്നുവെച്ചാൽ തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ നിന്റെ ശരീരത്തിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട നീ സമൃദ്ധിയെ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ ഈ പിതാവിനോട് ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ സൗഭാഗ്യത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമായ പിതാമറിയത്തിന്റെയും നീതിമാനായ മാറിയ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും ചെയ്തു മനുഷ്യരായ
വിശ്വാസികളും വിശ്വാസികളുമായ എല്ലാവരുടെ കർത്താക്കളെയും സദ്വിശ്വാസത്തിൽ വരച്ച് ഈ ലോകത്തിൽ വരപ്പെട്ടവ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. വിശ്വയുടെ കൃപയാൽ ഈ വിധി നമുക്ക് സാധ്യം രക്ഷിക്കും സ്വർഗ്ഗസ്ഥിതിജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരേക്ക് ബാല എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ അപേക്ഷിച്ച് നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾ നീക്കുന്നു പറയുന്നു. അങ്ങയുടെ വിശുദ്ധ ശരീരത്തിനാകുന്ന രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യത്തിലാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തിന് ഉറച്ച വിശ്വാസത്തോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, രക്ഷയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ വരികയും അവിടുത്തെ സംരക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ആദരവോട് നിന്ന് അവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് നിരീക്ഷിക്കുവിൻ. ദൈവമായ പ്രദാശിക്കപ്പെടുന്നു. പുരോഹിതന്റെ മത്സ്യം വഴി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകണ്ടാക്കി ഉയർന്ന സ്വരത്തിൽ ഉയർത്തി ശുദ്ധരായി ഏവർക്കും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നിങ്ങളോടും കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും ഉയരങ്ങളിലുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരയുടെ മാത്രമേറെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമമെല്ലാദ്രങ്ങളും സ്ത്രീയും എല്ലാ നാവുകളിൽ കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ട് നാല് ലോകത്തെയും മനസ്സിലത്തെയും അരിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശങ്ങളും അളവിൽ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. ആത്മീയന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്ന പരിശുദ്ധരും മരൂപികളുമായ ത്വകന്മാരുടെയും സ്വാപ്യന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
സദൃശ്യങ്ങളുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ഈശ്വരനാക്കി ദാസരൂപം സ്വീകരിച്ചു വിവേകവും ബുദ്ധിയുള്ള മധ്യമായ ഈശ്വരത്തോടുള്ള പരിപൂർണ്ണ മനുഷ്യനായും സ്ത്രീയിൽ ജാതനായും നീന്തനദീണ്ടായി ഉയർത്തിരിക്കുവാനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ വിളിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ ആശ്രയമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനെയും ലഭിച്ചതുമായ ഈ ദാസൻ നിരന്തരസിന്റെയിൽ ഒരുമിച്ചുകൂടിയിരുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ചെയ്ത് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതിപതിച്ചു പോയി ഞങ്ങൾ സഞ്ചരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കരമോഷിച്ച് ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ പുതിയ പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തി നിസ്സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾ നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സമിതിതലവനും ഭരണാധികാരിയുമായ റോമാ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ഉന്നതരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ
എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ പലർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി നീ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയെ സ്വീകരിക്കണമേ. പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശദമായി കിടത്തുന്നു അങ്ങനെ അഭിഷേകത്തിന്റെ ശരീരത്തിന് ഞാൻ അർപ്പിക്കുന്ന യോർമ്മയാചരണത്തെ ദൈവമാതാവിന്റെ കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരും നേതാക്കന്മാരുടെയും ഭാവനസ്ഥലങ്ങൾ അങ്ങയുടെ അവരുടെ സ്വന്തമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലങ്ങളുടെ ശാന്തിയും സമാധാനവും അങ്ങ് നേതാവായ നിങ്ങളുടെ അയച്ചു ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വചനന്മാർ, വേദപാലകന്മാർ, നേതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ പരിശുദ്ധ കത്തോലിക്ക സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിനെ വിശുദ്ധമാർഗം പഠിപ്പിച്ചു നിലനിർത്തട്ടെ. കർത്താവേ, ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് വെളിപ്പെടുത്തൽ സ്ഥിതി നിൽക്കുന്നു. ഞങ്ങളുടെ നാമത്തെ ലക്ഷ്യമായി ശംസിഹായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയത്തിനും പരിശുദ്ധവും ജീവദായക ദൈവികമായ സ്ഥിതി സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിരദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ളവരെ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് മൂല്യത രക്ഷയുടെ സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ ഓടും എന്നേക്കും. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്ന ഞങ്ങൾ തീർത്തുന്ന യോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോവൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുമോ എന്നിൽ നിത്യ
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ നിങ്ങളുടെ ദേശങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദികളോടെ സമീപിക്കാം. എല്ലാവർക്കും സുന്ദരമാവുന്ന സംഘത്തോടെ അവരാരും ലഭിച്ചതുകൊണ്ടും അവരെ കുറിച്ചറിയിച്ചുകൊണ്ടും സഹോദരത്തെ കഴിച്ചുകൊണ്ടും നമുക്ക് സത്യനാഥനായ ദൈവത്തിന്റെ കൃപയും പാപവും ന്യായീകരിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ. നീക്കുവാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോദയമായി സ്വർഗരാജ്യത്തെ സർവ്വവിശ്വത്തെ സ്തുതിക്കുക. ഞങ്ങൾ അതിലൂടെ പൗത്രീകരിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടയിലെ സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാമത്തെ സ്തുതി പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീടുകളാക്കുകയും ജ്വലിക്കുന്ന അതിരുകൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നീ നിർമ്മിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഭയിലൂടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയം അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതം വിശ്വസിഹായുടെ കൃപാവൻ അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. വിശ്വസ്തയായ സഭയെ രാജാക്കന്മാരുടെ രാജാവായ പിതാവിന്റെ പുത്രി നീ അനുഗ്രഹീതയാകുന്നു. പ്രിയ സഹോദരരെ, സഭയെ സജ്ജമാക്കിയിരിക്കുന്ന മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാം. രൂപീകരണ സ്വീകരണത്തിന്റെ സമയമാണ്. നമുക്ക് കുട്ടിമേലായിരുന്നുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്നേഹനിധിയായ ഈശോയെ, സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ പരിശുദ്ധ കുർബാനയെ സത്യമായും സജീവമായും സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗതാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ.
ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങനെ അനുവദിച്ചുവല്ലോ. പ്രിയജനസ്നേഹമായി സഭയെ തിരഞ്ഞെടുത്ത ആനന്ദകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദിവ്യഭവനത്തിൽ ഒന്നിച്ചേർന്ന് ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടുകൂടെ പരിശുദ്ധരെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവീശ്വരായ ദൈവം ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കാരുണ്യവാനായ മിശിഹായെ നിന്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശദീകരിച്ചതിന് ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീരങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയെ നിർമ്മലവത്വമായി സ്വീകരിച്ച മിശിഹായെ മനുഷ്യവർഗം മുഴുവൻ അവിടെ രക്ഷയുടെ പ്രദാസിയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവന അവകാശികളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം ആമേൻ. കർത്താവാം മിശിഹാവഴിയാം ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യം ആദിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. വാഗ്ദാനം നിറവേറ്റിടുവാൻ നൽകി മാനവരക്ഷയ്ക്കായി ദൈവം തന്നോടെ പ്രിയസുതനെ വാഴ്ത്താമെന്നും തിരുനാമം. തൻ പ്രിയവധുവായി തിരുസഭയെ കൈക്കൊണ്ടവനാം തിരുനാഥൻ വീണ്ടും വന്നു യുഗാന്ത്യത്തിൽ വിണ്ണിൻ വാതിൽ തുറന്നീടും.
ഈ ആഴ്ച ശനിയാഴ്ച വരെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. ഔത്താടെ ഹണ്ടേവാടി എന്ന് പറയുന്ന നമ്മുടെ പള്ളി സ്ഥലത്ത് രാവിലെ 7 മണിക്ക് ശനിയാഴ്ചകളിൽ നവനാൾ നൊവേന ആരംഭിച്ചിട്ടുണ്ട്. നിത്യസായ മാതാവിൻ്റെ എല്ലാവരും വാനവടി പള്ളിയിലെ എല്ലാവരും വന്ന് അതിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പ്രായമായിട്ടുള്ളവർക്ക് നമുക്ക് വാനവടി പള്ളിയുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള STCH ഹണ്ടേവാടി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കയറി നൊവേന ലൈവായിട്ട് അതിൽ സംബന്ധിക്കാവുന്നതാണ്. എല്ലാവരും ഈ നവനാൾ ദിവസങ്ങളിൽ പ്രത്യേകമായും സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, മഹാരാഷ്ട്ര ഗവൺമെന്റ് നമുക്ക് നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറക്കുവാനായിട്ടും ആരാധനകളൊക്കെ നടത്തുവാനായിട്ടും പ്രത്യേകമായിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം അടുത്ത ആഴ്ച മുതൽ നമ്മൾ പരിഗണനയിൽ എടുക്കുന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ അത് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യം ഇടവകങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാത്രജിലെയും വാനവടിയിലെയും ഇടവകങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഞായറാഴ്ച കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഞായറാഴ്ച ആയിക്കോട്ടെ എല്ലാ ദിവസങ്ങളായിക്കോട്ടെ, സംബന്ധിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം വൈകുന്നേരം ഒരു 5 മണിക്കുള്ളിലെങ്കിലും വിളിച്ച് ട്രസ്റ്റിമാരെ അറിയിക്കുക. ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ എത്ര പേര് സംബന്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ട്രസ്റ്റിമാരെ അറിയിക്കുക. വാട്സപ്പായിട്ടോ വിളിച്ചോ അറിയിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സെന്റ് ജോസഫ് യൂണിറ്റിന്റെ ആളുകൾ മിസ്റ്റർ ബേബി പെരിശ്ശേരിയും, സെന്റ് തോമസ് യൂണിറ്റിലെ ആളുകൾ മിസ്റ്റർ ജോയി കെ മാത്യു രാജുവിനെ അറിയിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോഴേക്കും എല്ലാവർക്കും വ്യക്തിപരമായിട്ട് സാനിറ്റൈസറിന്റെ ബോട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് അവരവരുടെ കരങ്ങൾ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ദേവാലയത്തിന്റെ വശങ്ങളിൽ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വശങ്ങളിൽ, കയറുന്നതിന് മുൻപുള്ള വശങ്ങളിൽ ഷൂസ് വെക്കുവാനായിട്ടുള്ള ഷൂ റാക്കറ്റ് വെച്ചിട്ടുണ്ട്. ചെരുപ്പുകളും ഷൂസും അവിടെ നിങ്ങൾ വെക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പള്ളിയുടെ മുൻപിൽ ആരും കൊണ്ടുപോയി ചെരുപ്പുകൾ ഇടരുത് എന്നുള്ളത് വളരെ കർശനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും അതിനെ കൊണ്ടുപോയി ഇടുന്നുണ്ടെങ്കിൽ ആ ചെരുപ്പുകൾ എടുത്ത് ദൂരേക്ക് എറിയുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇൻസ്പെക്ഷന് വരുമ്പോൾ ചെരുപ്പുകൾ അതിനെ കൂടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധ കുർബാന ഇവിടെ പൂർണ്ണമാകുന്നു. അവിടെ അവരത് നിർത്തി താക്കോൽ വാങ്ങിച്ചു പോകുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ പിള്ളകളെയായിട്ട് എടുക്കാതെ സീരിയസ് ആയി എടുത്തുകൊണ്ട് ഈ കാര്യത്തിന് നിങ്ങൾ തീരുമാനമെടുക്കുക. ഞാരെങ്കിലും അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ആ കുടുംബം പിന്നെ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വരേണ്ടതല്ല എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കും. അത് ആരാണെങ്കിലും ശരി, അവർ പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് വരേണ്ടതായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് അവർക്ക് പേഴ്സണലായിട്ട് വിളിച്ച് പറയും. ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരേണ്ടതല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നതാണ്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിന് കൊയർഗങ്ങളും ഓൾട്ടർ ബോയ്സും വികാരിസും അല്ലാതെ ബാക്കി എല്ലാവരും നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണം. ശ്വാസമുട്ടലുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. മാസ്ക് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ച് തന്നെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം എല്ലാവരോടും വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പിന്നീട് പറയരുത്. ദേവാലയത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ തന്നെ ചെരുപ്പുകൾ ഇട്ടാലും യാതൊരു കുഴപ്പവും ഉണ്ടായിരിക്കുന്നതല്ല. സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ തന്നെയാണ്. സ്വന്തം വണ്ടിയിൽ വരുന്നവരാണ് വണ്ടിയിൽ തന്നെ നിങ്ങളുടെ ചെരുപ്പുകൾ ഇട്ടിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചാലും യാതൊരു കുഴപ്പവുമില്ല എന്നുള്ളത് നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട്
ഇനി രൂപതയിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം കുർബാന എല്ലാം കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാന കരങ്ങളിൽ കൊടുക്കുവാനായിട്ടാണ് നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എങ്ങനെ അത് പ്രാക്ടിക്കലാണ്, അതിൻ്റെ പ്രാപ്യത നോക്കിയിട്ട് അത് വേണ്ട വിധത്തിൽ നടത്തുന്നതാണ്. വിശുദ്ധ കുർബാന എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭവനങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് കരങ്ങളിൽ നൽകി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് വിടുവാനായിട്ടാണ് രൂപതയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം പൂനെ ഡയസിസിൽ നിന്ന് മറ്റൊന്നില്ല നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് വിശുദ്ധ കുർബാന നൽകുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരും ദേവാലയത്തിൻ്റെ പുറത്ത് ക്രൗഡ് കൂടി വർത്തമാനം നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവുക. ഇനി ഒത്തിരി സംസാരിക്കാനുള്ള കാര്യമാണ്. ഫോൺ വിളിച്ചാൽ മതി. അൺലിമിറ്റഡ് കോളുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ സൗകര്യമുണ്ടല്ലോ. നിങ്ങൾക്ക് ഫോൺ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതുള്ളൂ. പള്ളിയുടെ ഫ്രണ്ടിൽ ആള് കൂടി നമ്മളൊരു പബ്ലിക് അറ്റൻഷൻ കൊണ്ടുവരാനായിട്ട് ആരും പരിശ്രമിക്കരുത് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അതുകൂടാതെ ദേവാലയത്തിൽ നമ്മൾ 6 അടി ഡിസ്റ്റൻസിൽ 6 ഫീറ്റ് ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ചെയറുകൾ എഴുതുന്നത്. ആ ചെയറുകൾ ആരും മാറ്റിയിടരുത്. മാറ്റിയിട്ടാൽ പിന്നെ നമുക്കിവിടെ പ്രത്യേകമായിട്ട് വരയ്ക്കേണ്ടി വരും. വരയ്ക്കുവാനായിട്ട് നിങ്ങളായിട്ട് കാരണമാകരുത്. കാരണം നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മാർക്ക് ചെയ്ത് വിശുദ്ധ കുർബാനയിൽ ആളുകൾ വരുന്നത് സംബന്ധിപ്പിക്കുവാനായിട്ടാണ്. നമ്മൾ കൃത്യമായി 6 ഫീറ്റ് ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാരണം കൊണ്ട് കാർപ്പറ്റിൽ നമ്മൾ വരപ്പിക്കുവാനായിട്ട് നിങ്ങളായിട്ട് ഇടയാക്കരുത്. അതുകൊണ്ട് ദേവാലയത്തിൽ വരുമ്പോൾ കസാര അങ്ങോട്ട് വലിച്ചാലേ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ബാഗ് എടുത്ത് കസാര വെച്ചാലേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ഇരിക്കുകയും പറ്റും. അതുകൂടാതെ ഫാമിലീസിനായിട്ട് നമ്മൾ ഇനി ചെയറുകൾ ഇടുന്നതാണ്. ഫാമിലീസ് എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് തോമസ് ആൻഡ് ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തോമസ് ആൻഡ് ഫാമിലി തന്നെ അവിടെ വന്ന് ഇരിക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അല്ലാതെ എനിക്ക് പുറകിൽ ഇരുന്നാലേ ശരിയാകുള്ളൂ, എനിക്ക് ചാരി ഇരുന്നാലേ പറ്റുള്ളൂ, എനിക്ക് ഫാൻ്റെ കീഴിൽ ഇരുന്നാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു എക്സെപ്ഷൻസും ആർക്ക് തരുന്നില്ല. അങ്ങനെ എക്സെപ്ഷൻ എടുക്കണം എന്നുള്ളവർ പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇത് ചില പള്ളികളിലൊക്കെ CCTVയും അതോടൊപ്പം അവരുടെ പള്ളി രജിസ്ട്രേഷൻ നമ്പറും പള്ളിയുടെ ബിൽഡിംഗ് നമ്പറും സഹിതം പോലീസുകാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ രൂപതയിൽ. അത് അവർ സ്ട്രിക്റ്റായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളായിട്ട് ഒരു മര്യാദയ്ക്ക് നന്നായിട്ട് നടക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ ഒരു ഗതിയെ നമ്മളായിട്ട് തടസ്സപ്പെടുത്തരുത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വരുന്നവർ പ്രത്യേകമായി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം വരണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാതെ താഴെ നമ്മൾ രജിസ്റ്റർ വയ്ക്കുന്നുണ്ട്, സെൻസർ വയ്ക്കുന്നുണ്ട്, ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് സെൻസർ വയ്ക്കുന്നുണ്ട്, സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകുന്നതായിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അല്ലെ ഞാൻ സ്ഥിരം വരുന്ന ആളാണ്, അല്ലെ എനിക്ക് ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ആർക്കും ഇവിടെ ഒരു എക്സെപ്ഷൻ ഇല്ല. ഇവിടെ ആർക്കും ആ കാര്യത്തിൽ യാതൊരു എക്സെപ്ഷനും ഇല്ല. എല്ലാവരും ഒന്ന് തന്നെയാണ്. എല്ലാവരും ഇടവക ദേവാലയത്തിന് പ്രിയപ്പെട്ടവരുമാണ്. എല്ലാവരും ഈ ഇടവകയിൽ ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. മറ്റു കാര്യങ്ങൾ രൂപതയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാരിഷ് കൗൺസിലുമായിട്ട് തീരുമാനിച്ചതിന് ശേഷം പള്ളി ഗ്രൂപ്പിൽ 2ലും ഇടുന്നതാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കും. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നവരുടെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 10 വയസ്സും അതിന് താഴെയുള്ള കുട്ടികളും 65 വയസ്സും അതിന് മുകളിലുള്ളവരും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതിരിക്കുക. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതിരിക്കുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാതെ രൂപത നമുക്കൊരു എക്സെപ്ഷൻ നൽകിയിരിക്കുന്നത് പ്രത്യേക സാഹചര്യത്തിൽ ഞായറാഴ്ച കുർബാന തന്നെ കൂടണം എന്ന് നിർബന്ധമില്ല. ശനിയാഴ്ച വെള്ളിയാഴ്ചയിലെ കുർബാന ഈസ് ഈക്വൽ ടു സൺഡേ മാസ് എന്നുള്ള രീതിയിൽ രൂപത ഡിക്ലറേഷൻ നൽകിയിട്ടുണ്ട്. പിതാവ് പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതും ഞായറാഴ്ച കുർബാനയെ സംബന്ധിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി ഡിക്ലറേഷനായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ആരെയും വിളിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വരേണ്ടതായിട്ടില്ല. ആവശ്യമുള്ളവരും അതിന് സാധിക്കുന്നവർ മാത്രം അന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാൽ മതിയായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കെരിഗ്മ 2019 നമ്മൾ നടത്തി. അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ്സ് വന്നപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങിയായിരുന്നു. സർട്ടിഫിക്കറ്റ്സ് ഇതുവരെ കൊടുത്തിട്ടില്ല. സർട്ടിഫിക്കറ്റ്സ് ഇരിക്കുകയാണ്. ഇപ്പോൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കുവാനായിട്ട് വ്യക്തികളെ ക്ഷണിക്കുകയാണ്.
60% മുകളിലേക്കുള്ള ആളുകളാണ് സർട്ടിഫിക്കറ്റിന് യോഗ്യരായിട്ടുള്ളവർ. 4 പേരാണ് അതിൽ യോഗ്യരായിട്ടുള്ളവർ. മിസ്റ്റർ സജി ജോസഫ് 69%, മിസ്സിസ് റീത സജി 79%, സ്റ്റാലിൻ സജി 70%, റിയ ജെൻസൺ 68.5%. ഇങ്ങനെയാണ് മാർക്കുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ സജി ജോസഫ് മുന്നോട്ട് കടന്നിട്ടില്ല. Rita Saji. Stalin Saji. റിയ വന്നിട്ടില്ല. എല്ലാവർക്കും ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. വിശ്വസിഹായിക്കും. Nishma